ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഫുദ്ദിലൻ നാസ ഉമർ ഇബ്നുൽ ഖത്താബ്, ജനങ്ങളെക്കാൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ശ്രേഷ്ഠമാക്കപ്പെട്ടു. ബി അർബഈൻ, 4 കാര്യങ്ങൾ കൊണ്ട്. ബി ദിക്റിൽ ഉസാറ, ബദറിൽ സമരത്തിൽ ഏർപ്പെട്ടവരിൽ നിന്നും ശത്രുക്കളായി പിടിക്കപ്പെട്ടവരെ എന്തു ചെയ്യണം, ആ വിഷയത്തിലുള്ള പരാമർശങ്ങൾ, സംസാരങ്ങൾ, ആ വിഷയത്തെ കൊണ്ട്. യൗമ ബദർ, ബദർ ദിവസം ഉണ്ടായത്, ആ ദിവസത്തിലെ ആ കാര്യത്തെ കൊണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു ജനങ്ങളെക്കാൾ ശ്രേഷ്ഠമാക്കപ്പെട്ടു. അമറ ബി ഖത്ലിഹിം, ഉമർ റളിയല്ലാഹു തആല അൻഹു അവരെന്ത് ചെയ്യണം, കൊലപ്പെടുത്തണം എന്ന അഭിപ്രായപ്പെട്ടു. വധശിക്ഷയ്ക്ക് വിധേയമാക്കണം എന്ന അഭിപ്രായമായിരുന്നു ഉമർ റളിയല്ലാഹു തആല ഉണ്ടായിരുന്നത്. ഫഅൻസലല്ലാഹു തആല, അപ്പോൾ അല്ലാഹു തആല ഇറക്കി, ലൗലാ കിതാബും മിനല്ലാഹി സബഖ ലമസ്സക്കും ഫീമാ അഖത്തും അദാബുൻ അലീം. ആഴ്ച പോയാലോ, ലൗലാ കിതാബും മിനല്ലാഹി, അള്ളാഹുവിൽ നിന്ന് കിതാബ് ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ, സബക്ക, അള്ളാഹുവിൽ നിന്നുള്ള കിതാബ്, അള്ളാഹുവിൽ നിന്നുള്ള രേഖ, തീരുമാനം ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ, സബക്ക മുൻകടന്നതായിട്ടുണ്ടായിരുന്നില്ലായിരുന്നുവെങ്കിൽ, ലമസ്സക്കും നിങ്ങൾക്ക് സ്പർശിക്കുമായിരുന്നു, ഫീമ അഖത്തും നിങ്ങൾ സ്വീകരിച്ച നിലപാടിൽ നിങ്ങൾക്ക് സ്പർശിക്കുമായിരുന്നു, അദാബുൻ അദീം ഗുരുതരമായ ശിക്ഷ നിങ്ങൾക്ക് സ്പർശിക്കുമായിരുന്നു. അപ്പോൾ ബദറിൽ ശത്രുക്കളായി പിടിക്കപ്പെട്ട ആൾക്കാർക്ക് വധശിക്ഷ എന്ന നിലപാട് ആര് സ്വീകരിച്ചു? ഉമർ റളിയല്ലാഹു അൻഹു സ്വീകരിച്ചു. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അവർക്കെന്താണ്, ഫിദിയ വാങ്ങി, പ്രായശ്ചിത്തം വാങ്ങി അവരുണ്ടെങ്കിൽ അവരെ വിട്ടുവയ്ക്കാത്തത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് യോജിച്ചു. പക്ഷെ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് ഉള്ള ഒരു നിലപാട് ആ വിഷയത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു നിലപാടായിരുന്നു, അവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണമെന്ന നിലപാടായിരുന്നു. പക്ഷേങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിലപാടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാന്റെ കാഴ്ചപ്പാട് അങ്ങനെ ആയപ്പോൾ അതവിടെ നടപ്പിലാവുകയാണ് ചെയ്തത്. അത് പിന്നെ അല്ലാഹു തആല എന്ത് ചെയ്തു, അത് എന്താണ്, ഇവരുടെ താല്പര്യങ്ങൾ ആ നിലയ്ക്കായതിൻ്റെ പേരിൽ ആ ഒരു ഖലായിനെ എന്ത് ചെയ്ത തീരുമാനം നടപ്പിലായി കഴിഞ്ഞു. അപ്പോൾ ആ ഉണ്ടായ സംഭവഗതിയെ സംബന്ധിച്ച് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിലൂടെ തന്നെ പറയാണ്, എന്താണ്, ഉമർ റളിയല്ലാഹു തആല തീരുമാനത്തെ കൂടുതൽ പ്രിഫർ ചെയ്തുകൊണ്ട് പറയാണ്. അപ്പോൾ ഇവിടെ തീരുമാനം തോന്നുന്നു, അവർക്ക് പ്രായശ്ചിത്തം കൊടുക്കാനുള്ള തീരുമാനം വന്നു. അപ്പോൾ പിന്നെ അവിടെ എന്തില്ല, ആ തീരുമാനം അക്സെപ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു അള്ളാഹുവിൻ്റെ മുമ്പിൽ. അപ്പോൾ അവിടെ ഈ അള്ളാഹുവിൻ്റെ കിതാബ് മുൻകടന്നില്ലായിരുന്നുവെങ്കിലും ഖുർആനിൽ പറഞ്ഞു. അതെന്താ കിതാബ്, എന്താണ് രേഖ? അത് ബദർ സ്വഹാബത്ത് ബദറിൽ പങ്കെടുത്ത് അവരുടെ ദീനിനോടുള്ള താല്പര്യവും അവരുടെ സർവാത്മന അവരുടെ ആ ഏറ്റെടുക്കലും ഉൾക്കൊള്ളലും സമ്പൂർണ്ണമാണ്. മനസ്സിലായില്ലേ? ഇനി അവരിൽ നിന്ന് എന്തെങ്കിലും തരം കാര്യങ്ങൾ ഉണ്ടായാൽ പോലും അവർക്കെന്തില്ല, പാപം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അത്ര ക്വാളിഫൈഡ് ആയ അവർ ഈ ബദർ സഹാബത്ത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്തോണ ഖുർആൻ അല്ലാഹു തആല മറ്റൊരിടത്ത് ആരെപ്പറ്റി പറഞ്ഞ, ബദർ സഹാബത്തിനെ പറ്റി പറഞ്ഞു, നിങ്ങളെക്കുറിച്ച് ഞാൻ തൃപ്തിപ്പെട്ടു. കാരണം 1000 പേര് നിറഞ്ഞേക്കുമ്പോൾ ഇവരാരാണ്, 300 പേരാണ് എങ്ങനെ ചെല്ലുക. മനസ്സിലായില്ലേ? ഒരു വലിയ കൂറ്റൻ കടുവയോട് ഒരു മാൻപേട അക്രമം കാട്ട് ഇറങ്ങി ചെല്ലുന്ന മാതിരി, അല്ലെങ്കിൽ പോരടിക്ക് ഇറങ്ങി ചെല്ലുന്ന അവസ്ഥയത്. മനസ്സിലായില്ലേ? അതുപോലെ ഇറങ്ങി ചെല്ലുകയാണ്. ഇവരുടെ അവസ്ഥയോ വളരെ ദുർബലമായ അവസ്ഥ, ആരുടെ 313 അവസ്ഥ. അപ്പോൾ അതിൽ അവർ നമ്മുടെ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ, ഖലീലുള്ളാഹി ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, നബിയുള്ള അള്ളാഹുവിൻ്റെ അറിവിലാക്കപ്പെട്ടവെന്നാണ് നബിയുള്ള എന്ന് പറഞ്ഞത്. അവരെ നാം ആർക്കുണ്ട്? ഇസ്മായിൽ നബിക്കുണ്ട്. അങ്ങനെ സമർപ്പിക്കാൻ തയ്യാറായ മനസ്സ്, അങ്ങനെ വേറെ വാക്കുകളില്ല. അത്ര അള്ളാഹുവിനെ അക്സെപ്റ്റ് ചെയ്ത് ദീനിനെ ഉൾക്കൊണ്ട് ഏറ്റെടുത്ത പോലത്തെ അതിന് വേറൊരു സാമൂഹ്യ പ്രതലമാണ് നടക്കേണ്ടത്, അതിരിക്കേണ്ടത്. ശരിയാണല്ലോ? ജീവൻ കൊടുക്കുകയാണ് ഞങ്ങൾ. തിരിച്ചൊരു വരവ് എങ്ങനെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാലും ഹൃദയം കൊണ്ട് ആലോചിച്ചാലും എന്താണ്, 1000 പേര് അവർ സർവ്വവിഭൂഷിതരായിട്ട് ആദ്യമായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ആ നിൽക്കുന്ന രംഗം ആലോചിച്ച്
ഈ 300 പേരങ്ങ് ഇറങ്ങി ഇസ്ലാം. 313 പേര്. മനസ്സിലായില്ല? അതുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങളെപ്പറ്റി ഞാൻ എന്ത് ചെയ്തു? തൃപ്തിപ്പെട്ടു, പൊരുത്തപ്പെട്ടു, നിങ്ങൾ ഇനി എന്തും ചെയ്തോ. മനസ്സിലായില്ല? ആണ് സവക്ക കിതാബ് എന്ന് പറഞ്ഞു. കിതാബ് സവക്ക എന്ന് പറഞ്ഞു. നിങ്ങളുടെ കാര്യത്തിൽ എന്ത് ചെയ്തു? എൻ്റെ തീരുമാനം അതാണ്. ആരുടെ? അള്ളാഹിൻ്റെ തീരുമാനമാണ്. നിങ്ങൾ ഇനി എന്ത് ചെയ്താലും. ആ ബദർ സഹാബത്തിൽപ്പെട്ട ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അതിൻ്റെ നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ഇവരുടെ തീരുമാനം അനുസരിച്ച് അവർക്ക് പിരി കൊടുത്ത് അവർ ചെയ്ത് പറഞ്ഞു വെച്ചു. അത് തന്നെ ആരുടെ തീരുമാനമാണ്? അള്ളാഹുവിൻ്റെതാണ്. ഇവരാ തീരുമാനത്തിൽ വന്നപ്പോൾ ആരുടെ തീരുമാനമായി? അള്ളാഹുവിൻ്റെതായി. പിന്നെ കിതാബിൻ സബക്ക എന്ന് മറ്റൊരർത്ഥം പറഞ്ഞത്, ഈ സഹാബത്തിൽ അങ്ങനെ തീരുമാനം അഭിപ്രായം വന്നല്ലോ, ഇജ്തിഹാദാണല്ലോ. സഹാബത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു എന്താണ്? അവർക്ക് പിരി കൊടുത്തൊരു ചെയ്തത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇവർക്ക് വധശിക്ഷ കൊടുക്കേണ്ടെന്ന് പറഞ്ഞു. മനസ്സിലായില്ല? ഇന്നത്തെ ഏത് ഭരണാധികാരിയിലാണ് എന്ത് ചെയ്യും? വധശിക്ഷ കൊടുക്കും. അതാണ് എൻ്റെ സ്ഥിതി. അപ്പോൾ അവിടെ ഇജ്തിഹാദ് അനുസരിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തീരുമാനത്തിലേക്ക് എത്തി. അപ്പോൾ അതിൽ അള്ളാഹുവിൻ്റെ നിലപാട് എന്താണ്? അവർക്ക് ആരോടൊപ്പമാണ്? ഉമർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിന് മാറ്റമായൊരു ഇജ്തിഹാദിലേക്കാണ് ആരെത്തിയത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല വേറെ സഹാബത്ത് എത്തിയത്. അതുകൂടെ നടപ്പിലാവുകയും ചെയ്തു. അപ്പോൾ ഒരു മുജ്തഹിദ് ഇജ്തിഹാദിൽ വിജയിച്ചാൽ ആ മുജ്തഹിദിന് 2 പ്രതിഫലം. അപ്പോൾ ഇജ്തിഹാദ് ദീനിൻ്റെ വിഷയത്തിൽ നടത്തി പരിശ്രമം, അയാളുടെ ജീവിതവും സമയമൊക്കെ ചെലവഴിച്ചു എന്നുള്ള അദ്ദേഹത്തിൻ്റെ മഹത്വം. പിന്നെ അതിൽ അദ്ദേഹം എന്ത് ചെയ്തു? വിജയം കൊണ്ടുവന്ന 2 പ്രതിഫലം. ഇനിയൊരു മുജ്തഹിദ് ഒരു കാര്യത്തിൽ ദീനീയ വിഷയത്തിൽ ഇജ്തിഹാദ് നടത്തി പരാജയപ്പെട്ടു. അദ്ദേഹത്തിന് ലക്ഷ്യത്തിലേക്ക് സ്വഭാവമൊക്കെ അദ്ദേഹം എത്തിയില്ല, ശരിയിലേക്ക് എത്തിയില്ല. അതായത് ഇജ്തിഹാദിൻ്റെ ഡെസ്റ്റിനേഷൻ എന്തായിപ്പോയി? അത് തെറ്റായിപ്പോയി. അദ്ദേഹത്തിന് എന്തുണ്ട്? ഒരു പ്രതിഫലം എന്തില്ല, കിട്ടുമില്ല. അതാണ് ഈ കിതാബുൻ സബക്ക എന്ന് പറയുന്നത് ഉദ്ദേശിച്ചത്. അതാണ് തീരുമാനം. അത് ഇത് രണ്ടാലൊന്നാണ് കിതാബ്. അത് മുൻകടന്നില്ലായിരുന്നു എങ്കിൽ ലമസ്സക്കും ഫീമാഖത്തും അദാബുൻ. പിരിഞ്ഞാ നിങ്ങളെടുത്ത തീരുമാനത്തിൽ നിങ്ങൾക്ക് എന്താണ്? അദാബുൻ അലീം, ഗുരുതരമായ പ്രശ്നം, അദാബുണ്ടാകുമായിരുന്നു. അപ്പോൾ ഇവിടെ ആരെ പ്രിഫർ ചെയ്തു? ഉമർ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്ത് പ്രിഫർ ചെയ്തു. പിന്നെ അടുത്തേതാ? അതാണ് ഇപ്പം ജനങ്ങളെക്കാൾ ഉമർ റളിയല്ലാഹു അൻഹു ശ്രേഷ്ഠ കൊടുക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദിക്രിഹി അൽ ഹിജാബ, ഉമർ റളിയല്ലാഹു തആല ഹിജാബിനെ കുറിച്ച് പറഞ്ഞു. മുമ്പ് പറഞ്ഞല്ലോ, തൊട്ടുമുള്ള വെച്ച് പറഞ്ഞത് ഹിജാബ്. അത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങളെക്കാൾ ശ്രേഷ്ഠ നൽകപ്പെട്ടു. അമറ നിസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമർ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടു, യഹ്തജ്ബിന, അവരെന്ത് ചെയ്യണം? മറ പിടിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ കാലത്തല്ലേ സൈനബ്. അപ്പോൾ സൈനബ് റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിയായ സൈനബ് റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, വ അന്നക അലൈന യബ്നൽ ഖത്താബ്, നിങ്ങൾ ഞങ്ങളുടെ മേൽ എന്ത് ചെയ്യുന്നോ കാര്യങ്ങൾ പറഞ്ഞില്ല. വൽ വഹി യൻസിലു, വഹിയാവുന്ന അല്ലാഹുവിൽ നിന്നുള്ള ദിവ്യ വെളിപാട് വഹിയാവുന്നത് ഇറങ്ങുന്നു. ഈ ബുയൂത്തിന, എവിടെയാ? ഞങ്ങളുടെ വീടുകളിൽ. ഞങ്ങളുടെ വീടുകളിൽ ആരുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളുടെ വീടുകളിൽ അള്ളാഹുവിൽ നിന്ന് വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ കേൾപ്പിക്കണം. അതൊരു സാധാരണ മനുഷ്യമായ ചിന്തയായിപ്പോയല്ലോ. ആ ചിന്ത വെച്ച് എന്ത് ചെയ്തു? സൈനബ് റളിയല്ലാഹു തആല അൻഹ, ഉമ്മുൽ മുഅ്മിനീൻ ആരാണ്? ഇവങ്ങളുടെ പത്നിയാണ്. അങ്ങനെ ചോദിച്ചു. ആ ചോദ്യം കാര്യമൊക്കെ ഉണ്ടായി. പക്ഷെ എന്ത് സംഭവിച്ചു? അല്ലാഹു തആല എന്ത് ചെയ്തു? വഹി ഇറക്കി. എന്ത് ചെയ്യണം? ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? മറ സ്വീകരിക്കണം. എന്ത് ചെയ്തു? വഹി ഇറക്കി. കേട്ടാ? ആരെ തലയുടെ താഴത്ത് വേണം. നിങ്ങൾ ആരെങ്കിലും എന്താണ് അവരോടാ ഈ നിബിധങ്ങളുടെ പത്നിമാരോട് നിങ്ങൾ ചോദിച്ചാൽ എന്തെങ്കിലും സാധനം, അരിവാള വാർദ്ധത്യോ അതല്ലെങ്കിൽ വല്ല ഭക്ഷണ സാധനമോ എന്ത് സാധനം നിങ്ങൾ ചോദിക്കുകയാണെങ്കിലും മിംബറായി ഹിജാബ്, എന്ത് ചെയ്യണം? ഒരു മറക്കി പിന്നിൽ നിങ്ങൾ ചോദിക്കണം. ആരുടെ? സഹാബത്തിനോട് പറയാം, നേരത്തെ നിറവിൽ കാണാൻ പാടില്ല. മറ വെച്ചിട്ട് അതിനകത്ത് ആളിന് ഇവിടുന്ന് ചോദിക്കാമല്ലോ, ശബ്ദം കേട്ടാൽ മതിയല്ലോ. അപ്പം മിംബറായി ഹിജാബ്. പിന്നെ അടുത്തത് അബിദാവത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും ഉമർ റളിയല്ലാഹു തആല അൻഹു ജനങ്ങളെക്കാൾ എന്ത് ചെയ്തു? ശ്രേഷ്ഠമാക്കപ്പെട്ടു. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാമ ബി ഉമർ, അല്ലാഹുവേ നീ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണ ബി ഉമർ. ആരെ കൊണ്ട്? ഉമർ റളിയല്ലാഹു തആല. ഓരോ സഹാബത്തും എന്തോ ആൾക്കാരുണ്ട്, നിങ്ങൾ പേരെടുത്ത് ദുആ ചെയ്യുക. ഉമർ റളിയല്ലാഹു തആല കൊണ്ട് നീ ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തണേ. പിന്നെ അബീബക്കർ ഖാന അവ്വല നാസിൻ പായോ, എന്താണ്? പിന്നെ ഉമർ റളിയല്ലാഹു തആല ശ്രേഷ്ഠമാക്കപ്പെട്ടു ജനങ്ങളുടെ ഇടയിൽ നിന്നും
എന്തുകൊണ്ടും ഉമർ റളിയല്ലാഹു തആല അഭിപ്രായം കൊണ്ടും ഫി അബീബക്കർ ആരെക്കുറിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാനെ കുറിച്ച് കാന അവ്വല നാസിൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാനു ആയിരുന്നു ജനങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് കാന അവ്വല നാസിൻ ബായവും ഈ ഉമർ റളിയല്ലാഹു തആലാനു ആയിരുന്നു ജനങ്ങളുടെ കൂട്ടത്തിൽ ആദ്യത്തെ ആളാരായിരുന്നു ബായവും ആരുടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ബൈഅത്ത് ചെയ്ത ആദ്യത്തെ ആളായിരുന്നു ഉമർ റളിയല്ലാഹു തആല. അല്ലാഹുവിൻ്റെ റസൂൽ വഫാത്തായതിനു ശേഷം അടുത്ത ഖലീഫയാരാ ചർച്ച. ഇപ്പോൾ പലരുടെ സംസാര ചിന്തയൊക്കെ വരുമല്ലോ. അപ്പോൾ ആര് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല രണ്ടാമത്തെ ഫസ്റ്റ് ഖലീഫയുടെ ചാർജ് എടുത്തു. മനസ്സിലായില്ലേ? ആരെ ബൈഅത്ത്? ഉമർ റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്തു. മനസ്സിലായില്ലേ? ആ നാട്ടിലെ സമൂഹത്തിലെ ഏറ്റവും പോരാളി വീരനായ ഉമർ റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായപ്പോൾ ഫസ്റ്റ് പോയിട്ട് ചെയ്തു ബൈഅത്ത് ചെയ്തു. അങ്ങനെ ഖലീഫയായിട്ട് ഞാൻ ചെയ്തു അംഗീകരിച്ചു. അങ്ങനെയുള്ള ബൈഅത്തിൽ പ്രഥമ സ്ഥാനം കൊണ്ട് അലങ്കരിച്ചവരാണ് ആര്? ഉമർ റളിയല്ലാഹു തആല അൻഹു. ഈ ഉമർ റളിയല്ലാഹു തആല അൻഹു ആരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ചുള്ള ആ അഭിപ്രായ തീരുമാനത്തിൽ ജനങ്ങളെക്കാൾ ഖലീഫയായിട്ട് അംഗീകരിച്ചുള്ള തീരുമാനത്തിൽ ആരേക്കാൾ? ജനങ്ങളെക്കാൾ നമ്പർ 1 ആരാ? ഉമർ റളിയല്ലാഹു തആല. അതുകൊണ്ടും ജനങ്ങളെക്കാൾ ശ്രേഷ്ഠമാക്കപ്പെട്ടവരായ ആര്? ഉമർ റളിയല്ലാഹു തആല കേട്ടോ. അപ്പോൾ അഹമ്മദ് ഇമാം റഹ്മത്തുള്ളാഹി തആല അലൈഹി ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇവരുടെ പാടുണ്ടോ? ഒരു ചെറിയ വിശ്രോധം. വാൻ അബൂ സഈദ് റളിയല്ലാഹു തആല പറയുന്നു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു റാക്കർ റജുലു അർഫഉ ഉമ്മത്തി ദറജത്തുൻ ഫിൽ ജന്ന. ആ പുരുഷൻ ശരിയല്ലേ? അർഫഉ ഉമ്മത്തി എൻ്റെ ഉമ്മത്തിൽ വെച്ച് ഏറ്റവും ഉന്നത സ്ഥാനത്തായിരിക്കും ദറജത്തുൻ പദവിയാൽ ഫിൽ ജന്ന ഇവിടെ സ്വർഗത്തിൽ. ഖാല അബൂ സഈദ് എന്നോട് പറയുന്നു. ആരാ? ഹദീസിന്റെ റാവി അബൂ സഈദ് എന്നോട് പറയുന്നു വല്ലാഹി മാ കുന്നാ നുറാ ദാലിക റജുൽ ഇല്ലാ ഉമർ ഇബ്നു ഖത്താബ്. ഈ പറയപ്പെട്ട ആ റജുൽ എന്ന് പറഞ്ഞ ആരാണ്? ഞങ്ങൾ അഭിപ്രായപ്പെടുന്നത് ആരാണ്? ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാതെ മറ്റാരും. മാ കുന്നാ നുറാ ദാലിക ഞങ്ങൾ അഭിപ്രായപ്പെടുന്നില്ല ആ ദാലിക റജുൽ ആരല്ലാതല്ല ഇല്ലാ ഉമർ ഖത്താബ് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ മാർഗത്തിൽ കഴിഞ്ഞ് കടന്നു പോകുന്നത് വരെ എന്ന് വെച്ചാൽ വഫാത്തായി പോകുന്നത് എത്ര പോന്ന ഊറ്റത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ശക്തിയുടെയും ചില ഒരു മകുടോദാഹരണമായിരുന്നു അത് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല. ഇബ്നു മാജ റഹ്മത്തുള്ളാഹി തആല അലൈഹി ഹദീസ് റിപ്പോർട്ട്.